വാർത്തകൾ brought to you by Coconut Development Board. സംസ്ഥാനത്ത് ആദ്യമായി നീരച്ചെത്തിയത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ് ചരിത്രത്തിന്റെ ഭാഗമായ ആ തോട്ടം. പാലാ സ്വദേശി ടോം തോമസിന്റെ തോട്ടത്തിൽ തുടങ്ങിയ നീര ഉൽപാദനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു വരുന്നത്. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ ചപ്പക്കാട് പടിഞ്ഞാറ് ഭാഗത്തായാണ് വിശാലമായ കൃഷിയിടം. തെങ്ങും ഇടവിളയായി ജാതിയും മാവും കൊക്കോയും ഒക്കെ വളരുന്ന പ്രദേശം. 25 വർഷം മുൻപാണ് ടോം തോമസ് ഈ സ്ഥലം വാങ്ങിയത്. അന്ന് തുടങ്ങിയതാണ് മണ്ണിലെ പണി. 7 ഏക്കറിൽ ഇപ്പോൾ 400-ലധികം തെങ്ങുകളുണ്ട്. എല്ലാം സമൃദ്ധമായ വിളവ് നൽകുന്ന ഇനം. ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത 17 തെങ്ങുകളാണ് നീര ടാപ്പിങ്ങിനെടുത്തത്. 6 വർഷം പ്രായമുള്ള DJ എന്ന ഇനമാണ് ടോം തോമസ് ഇതിനായി തെരഞ്ഞെടുത്തത്. 2014 ജൂണിലാണ് ടാപ്പിംഗ് തുടങ്ങിയത്. മുതലമട കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷന് കീഴിൽ വരുന്ന തോട്ടമാണിത്. തെങ്ങൊന്നിൽ നിന്ന് രാവിലെയും വൈകുന്നേരവുമായി 4 വരെ ലിറ്റർ നീര ലഭിച്ചു. അങ്ങനെ കണക്കാക്കുമ്പോൾ പ്രതിദിന ഉൽപാദനം 68 ലിറ്റർ. 1 ലിറ്ററിന് 30 രൂപ നിരക്കിൽ വില നോക്കുമ്പോൾ ടോം തോമസിന് മാസവരുമാനം 61,200 രൂപ. എല്ലാ ദിവസവും ലഭിക്കുന്ന നീരയുടെ അളവ് ഒരേപോലെ ആകണമെന്നില്ല. ഇത് കൂടുകയോ കുറയുകയോ ആകാം. എങ്ങനെ വിലയിരുത്തിയാലും മാസവരുമാനം 1,00,000 കടക്കും. അത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നല്ല വില ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ നീരച്ചതിന് ശേഷം വളരെ നല്ല ആദായമാണ് ഇതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10-20 തെങ്ങിലിന് ഒരു മാസം ഒരു 50,000 രൂപ വരെ നീരച്ചത്തിൽ നമുക്ക് ആദായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കഴിഞ്ഞ കാലയളവിൽ തെങ്ങിന് നൽകിയ കരുതൽ നീരയായി തിരിച്ചു ലഭിച്ചു തുടങ്ങി. നാളികേര വികസന ബോർഡ് വിദഗ്ധരായ ടെക്നീഷ്യന്മാരായാണ് ടാപ്പിങ്ങിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും വൃത്തിയും ശുദ്ധിയും ഉറപ്പാക്കിയാണ് നീര ഉൽപാദനം. വായുസമ്പർക്കം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത് ശീതീകരിച്ചാണ് നീര ശേഖരിക്കുന്നത്. ആദ്യ സമയങ്ങളിൽ ചെത്ത് തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാരംഭഘട്ടത്തിലുള്ള ചില പ്രശ്നങ്ങളും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി എല്ലാം മാറിയിട്ടുണ്ട്. നല്ല പാത്രങ്ങൾ കിട്ടാത്തതിന്റെ, നല്ല നീരെടുക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് കുറച്ചുകൂടെ ഹൈജീനിക്കായിട്ട് ചെയ്യുന്നത് കൊണ്ടും നല്ല പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും കുറച്ചുകൂടെ നല്ല നീരെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഗ്രേഡ് നീര കിട്ടിയാൽ മാത്രമേ കൃഷിക്കാരന് മെച്ചമുള്ളൂ. ടോം തോമസിന്റെ മുതലമടയിലെ തോട്ടത്തിൽ ഇപ്പോൾ 30 തെങ്ങുകൾ നീരയ്ക്കായി ടാപ്പ് ചെയ്യുന്നുണ്ട്. പാല കുറ്റിയില്ലം കിഴുക്കണ്ടയിൽ കുടുംബാംഗമായ ടോം തോമസ് 25 വർഷം മുൻപാണ് മുതലമടയിൽ ഭൂമി വാങ്ങി കൃഷി തുടങ്ങിയത്. കൃഷിയിൽ സജീവമായതോടെ കുടുംബസമേതമുള്ള താമസവും മുതലമടയിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഇടവേള.